ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം. മകനെ, മകളെ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് നീ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, ഒട്ടുമേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ എന്തു ചെയ്യണം? ഒരു ചോദ്യചിഹ്നം. ഈ അവസരങ്ങളിൽ നമ്മളെ അറിയാവുന്ന വ്യക്തികൾക്കൊക്കെ ഒരു പരിധിയുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ, പ്രേരിപ്പിക്കാൻ, തീരുമാനങ്ങൾ പറഞ്ഞു തരാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പേടിയാ പലർക്കും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണോ, എങ്ങനെ ഈ വ്യക്തിയെ ഒന്ന് തിരികെ കൊണ്ടുവരാൻ പറ്റും? അതെ, അവിടെയാ വചനം പറയുന്നത്, നീ വേദനിക്കണ്ട, നീ നിശബ്ദമായി ഒന്ന് ഇരിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, മകനെ, മകളെ, ഇതാണ് വഴി, ഇതിലേ പോവുക, ആ സ്വരം ശ്രവിക്കുവാൻ സാധിക്കട്ടെ. അത് ശ്രവിക്കണമെങ്കിൽ ജീവിതത്തിൽ ശാന്തതയിലേക്ക് വരുവാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ടോക്കിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു, എങ്ങനെയാണ് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പറ്റുക, ശാന്തതയിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് ഓർക്കുക, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളോ കൈപ്പേറിയ അനുഭവങ്ങളോ ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ പുഞ്ചിരിക്കുന്നുണ്ടാവാം. എന്നാൽ അങ്ങനെ പുഞ്ചിരിക്കുമ്പോഴോ ചിരിച്ച് ആർത്തുല്ലസിച്ച് നടക്കുമ്പോഴോ ഓർക്കുക, അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ദുഃഖങ്ങളോ നൊമ്പരങ്ങളോ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ടല്ല. അതിനെ നേരിട്ട വഴി, അവിടെയാ വ്യത്യാസം. നേരിട്ട വഴികളാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അപ്പോഴൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത് അത്ര എളുപ്പത്തിലെടുക്കാനൊന്നും പറ്റില്ല. ആ അവസരങ്ങളിലൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. വിതിൻ 3 to 4 days ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്, എന്താണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്നത്. ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. അതെ, ദുഃഖങ്ങൾ കാണാൻ, കണ്ണുനീര് ഒപ്പാൻ, തളർന്നു പോകുമ്പം കരം പിടിച്ച് നടത്തുവാൻ ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. അതെ, യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ ദുഃഖങ്ങളും മാറുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ അടിമത്തങ്ങളും ഇല്ലാതാകുന്നത്. അതെ, യേശു നാമത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം ഇടപെടും, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവളുടെ അടുത്തേക്ക് വരും. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്വരം കേൾക്കുവാൻ സാധ്യമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത്? ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പല വ്യക്തികളും പങ്കുവയ്ക്കാറുണ്ട്. അച്ചോ, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട്, മാസത്തിലൊരിക്കലൊക്കെ കുമ്പസാരിക്കാറുണ്ട്, പക്ഷേ എന്താണെന്നറിയത്തില്ല, ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആഴമേറിയൊരു വിശ്വാസം അതുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകളെയൊക്കെ ഒന്ന് തരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം സഭയെ അനേക വർഷങ്ങൾ നയിച്ച
വിശുദ്ധനായ ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കർദിനാൾമാരും ബിഷപ്പുമാരും അവരുടെ കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പം അതത്ര എളുപ്പമല്ലായിരുന്നു എടുക്കാനായിട്ട്. സഭയെ സംബന്ധിച്ച ചില തീരുമാനങ്ങളും അതും അത്ര എളുപ്പമല്ല എടുക്കാനായിട്ട്. എതിർപ്പുകൾ ധാരാളമായിരുന്നു. ചുറ്റോട് ചുറ്റും എതിർപ്പുകൾ ധാരാളം, അനുകൂലിക്കുന്നവരെ ചുരുക്കം. ആ സമയത്തൊക്കെ അഭയം തേടിയത് എവിടെയാണെന്നറിയാമോ? മാർപ്പാപ്പയുടെ വസതിയിലെ ഒരു കുഞ്ഞു ചാപ്പലുണ്ട്, ചെറിയ ചാപ്പലുണ്ട്. അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ഒരു കൂട്ടുകാരനെ പോലെ ആ ദുഃഖങ്ങൾ പറയും. ദൈവമേ, ഇതാ ഒരു കാര്യം എൻ്റെ മുൻപിലുണ്ട്, തീരുമാനമെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ. ചിലപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ആ പള്ളിയിലിരുന്ന് ഉറങ്ങിപ്പോയ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വന്ന് വിളിച്ചുകൊണ്ട് ഉറങ്ങാനായിട്ട് പറഞ്ഞ് വിട്ട നിമിഷങ്ങൾ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊരു ആത്മബന്ധം ജീവിതത്തിൽ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ജീവിതം മാറിമറിയുക. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ 34-ാമത് അധ്യായത്തിലെ 18-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന്. ഹൃദയത്തിൻ്റെ നുറുങ്ങൽ. പ്രിയപ്പെട്ടവരെ, വേദനയോടെ നൊമ്പരത്തോടെ ജീവിക്കുന്നവരുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ, പറഞ്ഞാലൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത വേദനകൾ. ആ വേദനയിലൂടെ പോകുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ആരോടും പറയാതെ കരയുന്നവരുണ്ട്, പൊട്ടിക്കരയുന്നവരുണ്ട്, നിശബ്ദമായി ആരും കേൾക്കാതെ കരയുന്നവരുണ്ട്. അതെ, അവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏകാന്തത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട മക്കളൊക്കെ ജോലിയൊക്കെ തേടി കേരളത്തിനകത്തോ പുറത്തോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അവരുടെ ഏകാന്തത, ആരും അവരുടെ കൂടെയില്ല എന്നുള്ളൊരു ചിന്ത, മനസ്സ് പറയുന്നതനുസരിച്ച് ശരീരം പ്രതികരിക്കാതെ വരുമ്പം, ഒന്ന് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഒന്ന് തെറ്റി വീണ് കഴിയുമ്പം, കാലിലോ കയ്യിലോ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇരിക്കുന്ന അവസരങ്ങളിൽ ഒരു കപ്പ് ചായ സ്വന്തമായിട്ട് കുടിക്കാൻ പറ്റാതെ വേദനിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ. ഇനിയുമുണ്ട്, അനാഥ മന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. മാനസിക ശാരീരിക വൈകല്യങ്ങളൊക്കെ ബാധിച്ച് ഉപേക്ഷിക്കപ്പെട്ട അനേകം മക്കളുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെപ്പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള വ്യക്തികളായിരുന്നു പ്രിയപ്പെട്ടവരെ. അവരെന്നും മാനസിക വൈകല്യമുള്ളവരായിട്ടല്ല തുടരുന്നത്. മരുന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം അവർക്കും ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. പക്ഷേ ഇവരെയൊക്കെ ചില സ്ഥലങ്ങളിൽ കൊണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. മറിച്ചും എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കണ്ണുനീരോടെ പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചല്ലോ, എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ പേരുണ്ട്. ഞാനിതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കാരണം എന്താ, ഞങ്ങളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏകദേശം 300-ൽ പരം മാനസിക രോഗികൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ പേരെ പൂർണ്ണമായും ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവിട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തവരാണ്. അവരുടെയൊക്കെ വേദന, പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള വ്യക്തികളാണ് അവരൊക്കെ. ആരുമില്ല, മാനസിക രോഗിയെന്ന് ലേബൽ കുത്തി പണ്ട് കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ പുറത്താക്കിയപ്പോൾ എന്തൊരു വേദനയാണ്. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലായിരിക്കാം പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ട് നിർത്തിക്കൊണ്ട് ഇരിക്കാൻ. സാരമില്ല, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ഉള്ളപ്പം അവരെ ഒന്ന് കാണുക, അവർ നോർമലായിരിക്കുന്ന സമയത്ത് അവരെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. ചുരുക്കത്തിൽ, നമ്മൾ ആരെയും തനിച്ചാക്കരുതേ. നമ്മളോട് ചേർന്ന് നിന്ന ആരെയും തനിച്ചാക്കി ജീവിതത്തിൽ നിന്ന് പോകരുതേ എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെ, കുടുംബത്തെ, ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്നവർ, കൂടെ എല്ലാവരും ഉണ്ട്, പക്ഷേ ആരുമില്ലാത്ത അവസ്ഥ, നാഥാ, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ.
അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ആമേൻ.